ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ലൈറ്റും അതുപോലെ തന്നെ ബെഡിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു ബെഡിൻ്റെ ഏരിയയാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ബെഡ്റൂമാണ്, എന്നാൽ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളുണ്ട്. ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ കട്ടിൽ കൊടുത്തതിന് ശേഷം നമ്മുടെ 6 അടി കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. 6 അടി കട്ടിൽ കൊടുത്തതിന് ശേഷം വൺ സൈഡ് മാത്രമേ നമുക്ക് സൈഡ് ടേബിൾ കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉള്ളൂ. അപ്പുറത്തെ സൈഡ് നമുക്ക് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ കൊടുത്തിരിക്കുന്നത് 6 അടി കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന എൻട്രൻസിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 6 അടി കട്ടിലിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സൈഡ് ടേബിൾ കണ്ടോ, സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ട് നമ്മൾ നോക്കി അറിയാൻ പറ്റിയ സ്വിച്ച് ബോർഡ് കാര്യങ്ങളുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് 12 സ്വിച്ച് ബോർഡ് 12 ബോഡിയുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മുടെ 2 വേ റെഗുലേറ്റർ, AC-യുടെ സ്വിച്ച്, മാസ്റ്റർ സ്വിച്ച്, അതുപോലെ തന്നെ ഒരു പ്ലഗ് സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഒരു പ്ലഗ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കട്ടിലിൻ്റെ മുകളിലായിട്ട് ഒരു പിക്ചർ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസൈനിങ് കൂടി നമ്മൾ കട്ടിലിൻ്റെ മുകളിലായിട്ട് നേരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ചിപ്സത്തിൻ്റെ, അതായത് സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൽ നമ്മളൊരു 4 വാം വൈറ്റ്സിൻ്റെ 6 വാട്ടിൻ്റെ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സെപ്പറേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് LED സ്ട്രിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാം വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാം വൈറ്റ്സ് ആണ് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത്, നല്ല ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വാം വൈറ്റ്സ് ആണ് നമ്മുടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നേരെ നമ്മൾ ഡ്രസ്സിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതും അതോട് തന്നെ ഡ്രസ്സിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ നമ്മളൊരു കബോർഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ ഗുണമെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ അയൺ ചെയ്തിട്ടാണെങ്കിലും നല്ല ഡ്രസ്സുകളാണെങ്കിലും എല്ലാം നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കട്ടിലിൻ്റെ ഏരിയയിലേക്ക്, അതായത് ബെഡിൻ്റെ ഏരിയയിലേക്ക് പോവാതെ കംപ്ലീറ്റ് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഷെൽഫാണ് ഡ്രസ്സിങ് ഏരിയയിൽ ചെയ്തിരിക്കുന്നത്. അതായത് കുളി കഴിഞ്ഞ് നേരെ വന്ന് നമുക്ക് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമ്മൾ ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്ന നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ വാഷ് ബേസൻ, കയറി വരുന്ന സ്ഥലത്ത് വാഷ് ബേസൻ, പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ തൊട്ടപ്പുറത്താണ് നമ്മൾ കുളിക്കുന്ന ഏരിയ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്പേസ് നമുക്ക് ബാത്റൂമിൽ ഫീൽ ചെയ്യും. കാരണം വൺ സൈഡാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഒറ്റ ലെയറിൽ തന്നെ ഇത് മൂന്നും ചെയ്തുകൊണ്ട് നമുക്ക് ലാവിഷായിട്ട് സ്പേസ് ബാത്റൂമിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. ഇത് വാഷ് ബേസൻ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടേബിളിൻ്റെ മുകളിൽ വരുന്ന ടേബിൾ ടോപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മുകളിൽ വാഷ് ബേസൻ വെച്ചതിന് ശേഷം ഗ്രാനൈറ്റിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കൺസീൽഡ് ഫ്ലഷ് വിത്ത് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പുഷ് ബട്ടൺ, അതിൻ്റെ ഫ്ലഷ് കംപ്ലീറ്റ് ഭിത്തിയുടെ അകത്ത് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ കുളിക്കുന്ന ഏരിയ ഡൈവേർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളത് ഇനി റൂമിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിതുപോലെ എല്ലാ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നത് വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാം വൈറ്റ്സ് ഓരോ റൂമിനും നല്ല ഒരു പ്രത്യേക ലുക്കാണ്, ഒരു ആംബിയൻസാണ് നമുക്ക് വീടിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന റൂമിലാണെങ്കിലും ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ബെഡ്റൂം, അതുപോലെ ചെറിയ ബെഡ്റൂം ആണെങ്കിൽ മീഡിയം ലെവലുള്ള ബെഡ്റൂം നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നും അതിൻ്റെ സ്വിച്ചിൻ്റെ പൊസിഷൻസും ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date,